ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയതിന് പിന്നാലെ ലോട്ടറി അടിച്ചത് കേരളത്തിന്. വിഴിഞ്ഞത്തേക്ക് കപ്പലുകൾ കൂട്ടമായി എത്തുന്നു. 100ഓളം കപ്പലുകൾ കാത്തിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുമ്പോൾ ഭാരതത്തിന് അഭിമാനമായി കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖം ലോകശ്രദ്ധയെ ആകർഷിക്കുന്നു. സമാധാന ചർച്ചകൾ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഷിപ്പിംഗിന്റെ രക്ഷാകേന്ദ്രമായി വിഴിഞ്ഞം തുറമുഖം മാറുകയാണ്. ചർച്ചകൾ ഫലം കാണാത്തതും ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയും ചെയ്തതോടെ ലോക വ്യാപാരത്തിന്റെ ചരക്ക് നീക്കം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. യുദ്ധഭീതിയെ തുടർന്ന് ദുബായ് തുറമുഖങ്ങളിൽ കപ്പലുകൾ അടുപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇതോടെ നടുക്കടലിൽ കുടുങ്ങിയ 100-ലധികം കൂറ്റൻ മദർഷിപ്പുകൾ ഇപ്പോൾ കേരളത്തിന്റെ വിഴിഞ്ഞം തുറമുഖത്തെ തന്നെയാണ് ആശ്രയിക്കുന്നത്. കൂറ്റൻ മദർഷിപ്പുകൾക്ക് നങ്കൂരമിടാനുള്ള സ്വാഭാവിക ആഴമുള്ള രാജ്യത്തെ ഒരേ ഒരു തുറമുഖം അത് വിഴിഞ്ഞത്തേതാണ്. അന്താരാഷ്ട്ര കപ്പൽ ചാലിന്റെ 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള തുറമുഖം. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ രാജ്യാന്തര കപ്പൽ ഗതാഗത ഭൂപടത്തിൽ വിഴിഞ്ഞത്തിന്റെ നിർണായക സ്ഥാനം അടയാളപ്പെടുത്തുന്നതാണ് ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം. തുറമുഖത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കപ്പലുകൾക്ക് വലിയ ആശ്വാസമാണ്. മുംബൈയിലോ മറ്റേതെങ്കിലും തുറമുഖത്തോ എത്തുന്നതിനേക്കാൾ 50 മണിക്കൂറിലധികം യാത്രാസമയം ലാഭിക്കാമെന്നതും 24 മണിക്കൂറും സജീവമായ പ്രവർത്തനവും വിഴിഞ്ഞത്തിന് അനുകൂല ഘടകങ്ങളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകേണ്ട 8 പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളാണ് കപ്പലുകൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് അടുപ്പിക്കാനായി അനുമതി തേടിയിരിക്കുന്നത്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ശേഷം 896 കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തെത്തുകയും 18.20 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുകയുമുണ്ടായി. ഹോർമുസ് അടച്ചതോടെ വിഴിഞ്ഞത്തിന് സാധ്യതകൾ തുറന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ 800 മീറ്റർ ബർത്തും 36,000 TEU യാർഡുമാണ് വിഴിഞ്ഞത്തുള്ളത്. ഹോർമുസ് പ്രതിസന്ധിയെ തുടർന്ന് നിരവധി കപ്പൽ കമ്പനികൾ മദർഷിപ്പുകൾ ഉൾപ്പെടെ വിഴിഞ്ഞത്തടുപ്പിക്കാനായി താൽപ്പര്യം പ്രകടിപ്പിച്ചെങ്കിൽ പോലും ബർത്തും യാർഡും ഒഴിവില്ലാത്തതിനാൽ അനുമതി നൽകാൻ കഴിയാത്തൊരവസ്ഥയാണ്. വിഴിഞ്ഞത്ത് കൂടുതൽ സ്ഥലമുണ്ടായിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്താൻ കഴിയുമായിരുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. 2ാം ഘട്ട വികസനം കൂടി പൂർത്തിയായാൽ വലിയ അവസരമായിരിക്കും ഇനിയൊരു പക്ഷേ വിഴിഞ്ഞത്തിന് ലഭ്യമാകുന്നത്. ഭാവിയിൽ ഇന്ധനം നിറയ്ക്കാനുള്ള ലിക്വിഡ് ടെർമിനൽ കൂടി പൂർണ്ണമാകുന്നതോടെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള കപ്പൽ ഗതാഗതത്തിന്റെ അഭിവാജ്യ ഘടകമായി വിഴിഞ്ഞം തുറമുഖം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുപോലെയുള്ള ആഗോള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലോകത്തിന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരു സുരക്ഷിത താവളമായി വിഴിഞ്ഞം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ കേരള തീരത്തേക്ക് കടക്കുവാൻ കാത്തുനിൽക്കുന്ന ഈ 100ഓളം കപ്പലുകൾ. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.